അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഒരു കമ്മലിട്ട ആള് അവനാണെങ്കിൽ ഉറക്കച്ചടവോട് കൂടെ ഇപ്പൊ മെയിൻ ഡോർ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. അവിടെ ഒരുപാട് ശബ്ദവും മ്യൂസിക്കും ഒക്കെ കേട്ട് അവൻ ആദ്യം ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അവനാണെങ്കിൽ നല്ല ടയർഡാണ്. പക്ഷെ അവിടെ എന്താ നടക്കണമെന്ന് അറിയാനായിട്ട് അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പം അവൻ കാണും അവിടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് അവരെല്ലാവരും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ വെച്ച് അങ്ങനെ അടിച്ച് പൊളിക്കുകയാണ്. മ്യൂസിക്കിന്റെ ആ ഒരു ഈണത്തിൽ എല്ലാവരും ചുവട് വെക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പൊ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യം അതെന്താണെന്ന് ചിന്തിച്ച് അവൻ വണ്ടറടിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചോപ്പത്തി അവൾ അവിടേക്ക് കടന്നു വന്ന് അവനോട് കാര്യം പറയാം. നമ്മുടെ പുതിയ ടീംമേറ്റ് ഹീറോ അവനുള്ള ഒരു വെൽക്കം പാർട്ടിയാണിത്. അവൻ നന്നായിട്ട് അവന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. മാത്രമല്ല ഇനി മുതൽ നമ്മുടെ ക്ലീനേഴ്സ് ടീമിലെ ഒരു മെമ്പറാണ് അവൻ. ആ കമ്മലിട്ടവനാണെങ്കിൽ ചുറ്റും നോക്കും. ഓക്കെ, ആ പുതിയ ടീംമേറ്റ് അവൻ എവിടെയും ചോദിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ടേബിളിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ചായച്ച് കിടന്നുറങ്ങുന്ന ഹീറോയെ അങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണ്. ചോപ്പത്തി പറയും അവൻ ലാസ്റ്റ് ടൈം നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, അതിന്റെ ക്ഷീണത്തിൽ ഒന്ന് ഉറങ്ങിപ്പോയതാണ്. ഭയങ്കര പവറും കഴിവുമൊക്കെയാണ്. നമ്മൾ ട്രെയിനിങ് കൊടുക്കാതെ തന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ എന്നെ ഇപ്പൊ ചിന്തിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ലാസ്റ്റ് ടൈം ഉണ്ടായ ആ ഒരു വലിയ അറ്റാക്ക് കരുതും പോലെ ആയിരുന്നില്ല. അത് വളരെ ടഫായിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ആക്ച്വലി വളരെ ചെറിയ ബീസ്റ്റുകളുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടിയത്. വളരെ എളുപ്പത്തിൽ അവറ്റകളെ തോൽപ്പിക്കാമെന്ന് കരുതി. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവറ്റകളുടെ പവർ അത് അൺബീറ്റബിൾ ആയിരുന്നു. നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്ന് കൾ നമ്മുടെ ആൾക്കാരെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഒരുപാട് പാടുപെട്ടാണ് ഞാൻ അതിലൊന്നിനെ കീഴ്പ്പെടുത്തിയത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ഡിവൈസ് ഞാൻ കണ്ടെത്തി. ആക്ച്വലി ആ ഒരു ഡിവൈസിന്റെ പവർ അതുപയോഗിച്ചാണ് വീണ്ടും വീണ്ടും അവറ്റകൾ ബാക്ക് ടു നോർമൽ ആവുന്നത്. അവറ്റകൾ ഇപ്പോൾ ഇമോർട്ടൽസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സിറ്റുവേഷൻ മുൻപോട്ടേക്ക് പോയാൽ അത് വലിയ കുഴപ്പമാണ്. എത്രയും വേഗം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് പറയും. കേട്ടാ കമ്മലിട്ടവൻ അവനാകെ ടെൻസ്ഡ് ആവും. അവനാണെങ്കിൽ അവന്റെ മൂഡ് ചേഞ്ച് ആക്കാൻ അവനോട് പറയും. ഇതൊരു നല്ല പാർട്ടിയാണ്, ഇപ്പൊ നമുക്ക് അതെല്ലാം മറന്ന് ഈ പാർട്ടി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അവള് മുടിയൊക്കെ ആട്ടി ഡാൻസ് ഒക്കെ കളിച്ച് അവനെ ചില്ലാക്കും. ഹീറോ ആണെങ്കിൽ ഒരുപാട് കുറ്റബോധത്തിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. ഉടനെ വേറൊരുത്തൻ ഹീറോയുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഹീറോയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് സമയത്ത് നിന്റെ പവർ ഉപയോഗിച്ച് ആ ബേസിനെ തടഞ്ഞുകൊണ്ട് മാത്രമാണ് എന്റെ സബോർഡിനേറ്റിനെ സേവ് ചെയ്യാൻ കഴിഞ്ഞത്. ഹീറോയ്ക്കാണെങ്കിൽ ആദ്യം അത് മനസ്സിലാവില്ല. അതിനുശേഷമായിരിക്കും അവൻ ആ ഇൻസിഡന്റ് അത് ആലോചിച്ചെടുക്കുക. ഹീറോ ആണെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കാതെ ഇപ്പൊ അവനോട് പറയും, ഞാൻ സത്യത്തിൽ ഒരു ഫെയിലിയർ ആണ്. അത് ഫൈറ്റോട് കൂടെ എനിക്ക് മനസ്സിലായി. അവനെ രക്ഷിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. അതല്ലാതെ ആ ബീസ്റ്റുകളെ തകർക്കാൻ എനിക്കായില്ല. പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇത്രയും പവർ ഉണ്ടായിട്ടും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് മാത്രം എനിക്കറിയില്ല. എപ്പോഴും എൻ്റെ സ്റ്റെപ്പ് ഫാദർ ആളായിരുന്നു എൻ്റെ സപ്പോർട്ടിന് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെന്നെ ടീസ് ചെയ്യുമ്പോഴും അദ്ദേഹം എനിക്ക് സപ്പോർട്ട് ചെയ്തു. സത്യം പറഞ്ഞ എല്ലാവരും കഴിഞ്ഞ് പവർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതെനിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ശരിക്കും ഒരു ഫെയിലിയർ ആണെന്ന് പറയും. അതിന് ഓപ്പോസിറ്റുള്ള ആൾ പറയും, ഒരിക്കലും അല്ല, ഇത് നിന്റെ വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ ഒരു തുടക്കത്തിൽ തന്നെ നീ നിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും അതിൽ ഇംപ്രസ്ഡ് ആണ്. എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. ടീമിൽ ആവശ്യമുള്ളത് നിന്നെ പോലുള്ള ആൾക്കാരെയാണ്. സത്യത്തിൽ നിന്റെ പവർ അത് അൺബീറ്റബിൾ തന്നെയാണ്. ഒരല്പം ട്രെയിനിങ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നീ വേറെ ലെവലാവും. നീ ദൂരത്തായിട്ട് കാണുന്ന ആ പയ്യനെ കണ്ടോ? അവൻ എൻ്റെ ടീമിലെ ഒരു ഹെൽപ്പറാണ്. സത്യത്തിൽ അവന് നമ്മളെ പോലെ യാതൊരു പവറും ഇല്ല. പക്ഷെ അവൻ്റെ ആഗ്രഹം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നതാണ്. അതുകൊണ്ടാണ് അവൻ്റെ ആഗ്രഹത്തെയും ലക്ഷ്യത്തെയും ഒക്കെ മാനിച്ചുകൊണ്ട് അവനെ എൻ്റെ ടീമിൽ ഞാൻ ചേർത്തത്. സോ ഒരു കാരണവശാലും നീ നിന്നെ ഡൗൺ ചെയ്യാൻ പാടില്ല. നിന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ആക്റ്റീവായി ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും വിജയം അത് നിനക്ക് കിട്ടിയിരിക്കും. ഇനി ചെയ്യാനുള്ളത് ട്രെയിനിങ് എടുത്ത് നിന്റെ പവറിനെ നീ സ്വായക്തമാക്കി മാറ്റണം. മാത്രമല്ല അതിനെ ഫ്ലെക്സിബിളായിട്ട് നീ ഉപയോഗിക്കണം. നീ ചെയ്ത കാര്യം ചെറുതല്ല, വളരെ വലുതാണ്. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും തരാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് ഇതൊരു പാതാളമായിട്ട് തോന്നാം, പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു ഹെവനാണ്. അത് പതിയെ പതിയെ നീ തിരിച്ചറിയും. അവനാണെങ്കിൽ ഹീറോയുടെ തലയ്ക്ക് തട്ടി അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഉടനെ മഞ്ഞത്തലേനും ചോപ്പത്തിയും അവർ രണ്ടുപേരും ഇപ്പൊ ഹീറോയെ വിളിക്കും. നീ ഇങ്ങനെ ഡള്ളായി ഭക്ഷണമൊന്നും കഴിക്കാതെ മാറി നിൽക്കുകയാണോ? ഈ പാർട്ടി പോലും നിനക്ക് വേണ്ടിയാണ്. വായോ നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അവനുമായിട്ട് ആ പാർട്ടിയിലേക്ക് കടന്നു പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വീണ്ടും ഒരു ഫാമിലി കിട്ടിയ ഫീല് അത് അവന് വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഏതോ ഒരാള് ചുമരിൽ പെയിന്റ് അടിക്കുന്നത് അവൻ കാണും. കട്ട് ചെയ്താ ഇപ്പൊ ആ ഒരു വില്ലനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആരോ ഒരാളെ തല്ലി കൊല്ലും. അവനാണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, ഞാൻ എല്ലാ ഡീറ്റെയിൽസും നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവനാണെങ്കിൽ അത് കേൾക്കാതെ തല്ലിക്കൊല്ലും. അതേസമയം ഇവിടെ ആ ചപ്പർത്തലച്ചി പെണ്ണ് അവളാണെങ്കിൽ കാര്യമായിട്ട് ആരോട് സംസാരിച്ചതിന് ശേഷം ടീമിനെ മുഴുവൻ അവിടേക്ക് സജ്ജമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊരു പുതിയ മിഷൻ ഉണ്ട്. താഴേക്ക് നമ്മുടെ ഹീറോയെ പോലെ തന്നെ ആരോ വന്ന് പതിച്ചിട്ടുണ്ട്. സോ ആ മോൺസ്റ്റേഴ്സിനെ ഇല്ലാതാക്കി കാർഗോയെ
കാർഗോ അത് സേഫാക്കി ഇവിടേക്ക് എത്തിക്കണം. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഉടനെ അവന്റെ കൂടെയുള്ള ഒരുത്തനാണെങ്കിൽ ഹീറോയോട് പറയും, നിനക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം ഈ മിഷനിൽ വരാം, അതല്ല എങ്കിൽ നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം, യാതൊരു കുഴപ്പമില്ല. ഹീറോ ആണെങ്കിൽ അല്പസമയം അത് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവും. ഹീറോ ആണെങ്കിൽ അല്പം നേരം ചിന്തിക്കും, എന്റെ പവർ ഇതുവരെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ ഈ മിഷൻ ഏറ്റെടുക്കും. കാരണം ഇത്തരത്തിലുള്ള മിഷനിലൂടെ മാത്രമേ എനിക്ക് എന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ആ ചപ്പുറത്തലച്ചി പെണ്ണും ഇപ്പൊ ഹീറോയെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു മിഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അത് അവർക്ക് കൊടുക്കും. ഹീറോ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ആ മിഷന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. എല്ലാവരും സ്ട്രോങ് ആയിട്ട് അവിടേക്ക് കടന്നു വരും. തീർച്ചയായിട്ടും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. എല്ലാവരും പരസ്പരം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര പവറാണ്, എൻ്റെ കയ്യിലുള്ള ഏത് ടൂൾ ഉപയോഗിച്ചും എനിക്ക് ഈസി ആയിട്ട് അവറ്റകളെ തോൽപ്പിക്കാൻ പറ്റും. ഒരുത്തനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ലക്കി ചാം അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന് ഭയങ്കര പവറാണ്, ഇതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നിനും പരാജയപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും പെൺകുട്ടി അവിടേക്ക് കടന്നു വരിക. അവളാണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, ഞാനാണ് ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്, ഈ ഒരു മിഷൻ അത് ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരാനും ചെയ്തു തരാനും വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സോ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഈ ഒരു മിഷനിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് കേട്ട് എല്ലാവർക്കും അല്പം ടെൻഷൻ ആവും. ഹീറോയ്ക്കാണെങ്കിൽ ആ പെണ്ണിനെ കാണുമ്പോൾ എന്തോ ഒരു സംശയം തോന്നും. ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, സത്യം പറയും, പീപ്പിൾസ് താമസിക്കുന്ന സ്ഥലത്ത് നിന്നല്ലേ ഇവിടേക്ക് വന്നത്? അതിനവൾ പറയും, അയ്യോ അല്ല അല്ല, ഞാൻ നിന്നോട് കള്ളം പറയില്ല, ഞാൻ അവിടെ നിന്നല്ല, എന്നോടൊപ്പം വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ ആ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല, എനിക്ക് മാത്രമാണ് അതിന് കഴിഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുരക്ഷിതരായിട്ടിരിക്കാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ എല്ലാവരെയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ മേലെ ഒരുപാട് സംശയം തോന്നും. വേറൊരുത്തരാണെങ്കിൽ ഇപ്പോഴവരോട് പറയും, എനിക്കിതില് നല്ല ഡൗട്ടുണ്ട്, കാരണം ഒരുപാട് തവണ നമ്മൾ ഇതുവഴി വന്നതാണ്, ഇത്തരത്തിലൊരു മോൺസ്റ്ററിനെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. അവരാണെങ്കിൽ ചുറ്റും നോക്കും, അൺയൂഷ്വലായിട്ട് അവിടെ ഒന്നും തന്നെ ഇല്ല. ഉടനെ ആ പെണ്ണാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുക്കും, ഞാൻ അവിടെയാണ് അതിനെ കണ്ടത്, നിങ്ങൾ അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ കാണാൻ കഴിയും. അത് കേൾക്കുമ്പോൾ വീണ്ടും അവരുടെ സംശയം അത് 10 മടങ്ങാവുകയാണ്. ഒരിക്കലും അവൾ പറയുന്ന പോലെ അങ്ങനെ ഒരാളെ അവിടെ കാണാൻ ചാൻസ് ഇല്ല. എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് മടിക്കും. അതിനവളാണെങ്കിൽ അവരെ പിടിച്ച് പുഷ് ചെയ്യാണ്, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, അത് അവിടെ തന്നെയാണ് ഉള്ളത്, നിങ്ങൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ ഫുൾ സ്ട്രെങ്ത്തിൽ അവരെ എല്ലാവരെയും അകത്തേക്ക് തള്ളും. അവരാണെങ്കിൽ ചുറ്റും നോക്കും, ദൂരത്തായിട്ട് ഒരു രൂപം കാണുകയാണ്. അവർ പതിയെ അതിൻ്റെ അടുത്തേക്ക് പോകും. ഹീറോ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ട് പറയും, നീ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങൾക്ക് ആരെയും പേടിയൊന്നുമില്ല, എന്തു വന്നാലും ഫേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് നടക്കും. അപ്പോഴായിരിക്കും ഹീറോ അതൊരു ട്രാപ്പാണെന്ന് തിരിച്ചറിയുക. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഓ നോ, പ്ലീസ് ദയവ് ചെയ്ത് ആരും മുൻപോട്ടേക്ക് പോകാൻ പാടില്ല, നമ്മളെല്ലാവരും ഒരു ട്രാപ്പിൽ ചെന്ന് പെടാൻ പോവാണ്, അതൊരു ട്രാപ്പാണ്, ആ പെണ്ണ് അവൾ നമ്മളെ ചീറ്റ് ചെയ്യുകയാണ്. ഹീറോ അത് പറഞ്ഞു തീരേണ്ട താമസം അവളാണെങ്കിൽ എല്ലാവരെയും മുൻപോട്ടേക്ക് തള്ളും. ആ ഒരു ബേസ്മെന്റ് തകർന്ന് നമ്മുടെ ആൾക്കാരെല്ലാവരും താഴേക്ക് വീഴുകയാണ്. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവിടെ എന്താ സംഭവിക്കണേ, അവൾ എന്തിനാണ് നമ്മൾ ഇവിടേക്ക് തള്ളിയിട്ടത്? അവളാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ച് ചോദിക്കും, നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? അവർ ഫുൾ കലിപ്പില് ഇപ്പൊ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ, നീ ശരിക്കും ആരാ? ഹീറോ ആണെങ്കിൽ വിളിച്ച് ചോദിക്കും, നീ ചോദിച്ച ആ മോൺസ്റ്റേഴ്സ് അവരെവിടെ? അതിനവളാണെങ്കിൽ ദൂരത്തായിട്ട് വിരൽ ചൂണ്ടി കാണിക്കുകയാണ്. അപ്പൊ പർപ്പിൾ കളറിൽ ഇറ്റ്സ് ഓൺ ആവും. രണ്ടുപേര് അവിടെ കടന്നു വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഉടനെ അവന്റെ കൂടെയുള്ള ഒരാൾ അവനോട് പറയും, ഇവർ ആക്ച്വലി നമ്മുടെ ഓപ്പോസിറ്റ് ടീമാണ്, നമ്മളെ തകർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം, ഇവർ നമ്മുടെ ശത്രുക്കളാണ്, സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവരുടെ ടീമിന്റെ ഹെഡ് ആണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരോട് അവിടുത്തെ കടന്നു പോകാൻ പറയും, അവരുടെ ലക്ഷ്യം ഞാനാണ്, സോ ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു പറയും. സോ ഉടൻ തന്നെ ബാക്കിയുള്ളവർ അവിടുന്ന് കടന്നു പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ അതിന് മനസ്സ് വരില്ല, പക്ഷെ അവന്റെ കൂടെയുള്ളവർ ഹീറോയെ സമാധാനിപ്പിക്കും, നീ കരുതും പോലെയല്ല, അദ്ദേഹത്തിന് ഭയങ്കര പവറാണ്, ഈസി ആയിട്ട് അവർ രണ്ടുപേരെയും അദ്ദേഹം ഇല്ലാതാക്കും. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും ടെൻഷൻ 10 മടങ്ങാവും. ഇവിടെ നമ്മുടെ ആളാണെങ്കിൽ ആ ഓപ്പണൻസിനോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ലേ, നിങ്ങൾക്ക് 2 പേർക്കും ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യാം. അതിനവർ പറയും, ഒരാളെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, എല്ലാവരും ഞങ്ങൾക്ക് കിട്ടണം, പക്ഷെ ആദ്യം നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് കൊന്നുകളയെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. നമ്മുടെ ആളാണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങളുടെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണ്? അതിനവർ പറയും, നിങ്ങളുടെ ഈ ഒരു സാമ്രാജ്യം അത് പിടിച്ചെടുക്കണം, അതിനുശേഷം ആ അപ്പർ വേൾഡിലേക്ക് പോയി അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ചില ബേസ്ഡ് പപ്പടുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ആളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ ഭയങ്കര പവർഫുൾ ആണ്. അവന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം. ആ പപ്പടുകളെ എല്ലാം തന്നെ അവൻ അങ്ങനെ വെട്ടി വീശും. അതിനുശേഷം 2 വില്ലന്മാരുമായിട്ട് അവൻ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യുമ്പോൾ അവന്റെ പവറും സ്ട്രെങ്തും കുറേശ്ശെ കുറയാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴും വിട്ടുകൊടുക്കാതെ അവൻ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആളാണെങ്കിൽ അവന്റെ മൂവ്മെന്റ്സ് മനസ്സിലാവാതിരിക്കാനായിട്ട് കാലില് ഒരു പ്രത്യേക തരം
ചെരുപ്പണിയും. അതിനുശേഷം അവന്റെ ആയുധം മുൻപോട്ടേക്ക് എടുത്തു വെക്കും. വില്ലന്മാരാണെങ്കിൽ വീണ്ടും ഒരുപാട് പപ്പടുകളെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ പിന്നിൽ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. പപ്പടുകളാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ഓട്ടി അടുക്കും. അടുത്ത നിമിഷം അവന്റെ ഫുൾ പവർ അങ്ങനെ റിലീസ് ചെയ്ത് ആ ഒറ്റകളെ എല്ലാം നശിപ്പിക്കും. അതിനുശേഷം ആ മറഞ്ഞിരിക്കുന്ന രണ്ടുപേരെയും തല്ലി കൊല്ലുകയാണ്. ഇത് ഞാൻ വിചാരിച്ചതിന് കഴിഞ്ഞും വളരെ ഈസി ആയിരുന്നു പറഞ്ഞ് അവൻ ഹായ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകില് ഒരു മെയിൻ വില്ലൻ. നീ എന്നെ മറന്നുപോയോ? നിനക്കിതുപോലെ ഈസി ആയിട്ട് എന്നെ തകർക്കാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.